ഈ ഓണനാളിൽ വളുവനാടൻ മണ്ണിലേക്ക് റിപ്പോർട്ടർ സംഘം എത്തിയിരിക്കുന്നത് ഒരു മഹാപ്രതിഭയുടെ ഓണവിശേഷങ്ങൾ തേടിയാണ്. ചെണ്ട എന്ന വാദ്യം കൊണ്ട് ലോക മലയാളികളെ മുഴുവൻ ത്രസിപ്പിച്ച പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ വിശേഷങ്ങൾ തേടി. അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആശാനും അതുപോലെ തന്നെ പത്നിയും നമുക്ക് വേണ്ടി കുറേ നേരമായി ഇവിടെ കാത്തിരിക്കുന്നു. ഇതാണ് ആശാൻ ഇപ്പോൾ അടുത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ആശാൻ്റെ ഒരു സ്വപ്ന മ്യൂസിയം എന്ന് പറയുന്നത് ഭാരതീയം. ഇതിനകത്താണ് ആശാനും പത്നിയും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നമുക്ക് ആശാൻ്റെ വിശേഷങ്ങളിലേക്ക് പോകണം. അപ്പോൾ മേളം എന്ന് കേട്ടാൽ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേരായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്കൊപ്പമാണ് നമ്മളുള്ളത്. അദ്ദേഹവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ ഭാരതീയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആശാനെ ഓണാശംസകൾ. ഓണെത്തി, ആഘോഷങ്ങൾ തുടങ്ങി. പിന്നെ പ്രത്യേകിച്ചും ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സദ്യ ഇതൊന്നുമല്ല. നല്ല നല്ല ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക, അവരോട് സന്തോഷം കൈമാറുക, അങ്ങനെയൊക്കെ വന്ന് അതിൻ്റെ ഇടയിൽ നല്ല ഭക്ഷണം കിട്ടിയാൽ സുഖമായിട്ട് വയറ് നിറച്ചും കഴിക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഓണം. പിന്നെ പഴയ ഓണം അല്ലല്ലോ ഇപ്പോൾ ആർക്കും വീട്ടിലിരുന്ന കുടുംബാദികൾക്കൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ മാത്രം അല്ല അവർ ഉപയോഗിക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കൽ ഇപ്പോൾ മാറി. കാരണം നമുക്ക് എവിടെയും എല്ലാ ഭക്ഷണങ്ങളും മേടിക്കാൻ കിട്ടും. അപ്പോൾ ആ സമയം കൂടി കുടുംബത്തിൽ സുഹൃത്തുക്കളും അച്ഛനമ്മമാരും സഹോദരിമാരും അവരൊക്കെ ആയിട്ടുള്ള ഒരുമിച്ച് പങ്കാളിത്തം, സംസാരം. ഇപ്പോഴും സംസാരമാണ് തീരെ ഇല്ലാത്തത്. അപ്പോൾ അതിനും കൂടി ഒരവസരം ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഓണം. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് അതാണ്. കാരണം ഈ മൊബൈൽ യുഗത്തിൽ നമ്മൾ സംസാരിക്കാൻ വിട്ടുപോവുകയാണ് പലതും. അപ്പോൾ അതിനുള്ളൊരു വിഷയം കൂടി ആയി മാറണം ഓണാഘോഷം എന്നാണ് എൻ്റെ അഭിപ്രായം. ആശാൻ്റെ പേര് കേട്ടവർക്കെല്ലാം ഒരു കൗതുകത്തോടെ മനസ്സിലാക്കാൻ സാധിക്കും. ആശാൻ്റെ പേര് തൊട്ട് മുമ്പിൽ തന്നെ മട്ടന്നൂർ എന്നുണ്ട്. പക്ഷേ ആശാനുള്ളത് പാലക്കാടാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആശാൻ 8-ാം വയസ്സിൽ പാലക്കാട്ടേക്ക് എത്തിയതാണ്. 8-ാം വയസ്സിൽ ആദ്യം അച്ഛൻ്റെ കീഴിൽ ചെണ്ടകൊട്ട് തായമ്പക പഠിച്ച് അരങ്ങേറി 12-ാമത്തെ വയസ്സിലാണ് പാലക്കാട് ജില്ലയിലുള്ള പേരൂർ ഗാന്ധി സേവാശ്രമം അവിടെ കഥകളി ചെണ്ട വിദ്യാർത്ഥിയായിട്ടാണ് വന്നത്. അതോടൊപ്പം അല്പം എഴുത്തും വായനയും കൂടി അറിയണമെന്ന് അച്ഛന് മോഹമുള്ളത് കൊണ്ട് എന്നെ 7-ാം ക്ലാസ്സിൽ അവിടെ കൊണ്ടുപോയി ചേർത്തി. അന്ന് തുടങ്ങിയ പാലക്കാട് ജില്ലയിലുള്ള സഹവാസം ഇപ്പോഴും താമസിക്കുന്ന പാലക്കാട് ജില്ലയാണ്. പാലക്കാടായിട്ടാണ് കൂടുതൽ ആത്മബന്ധം. പാലക്കാടുകാരെ എന്നെ വിടില്ല, ഞാൻ പാലക്കാട് ജില്ലേനെയും വിടില്ല. ഇപ്പോൾ അതാ ഒരു അവസ്ഥ. എങ്ങനെയുണ്ട് ഓണം? നമ്മുടെ വടക്കേ കേരളത്തിലെ ഓണം എങ്ങനെയുണ്ട്? പാലക്കാട്ടെ ഓണം എങ്ങനെയുണ്ട്? വടക്കേ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഓണം ദിവസം സാധാരണ തിരുവോണം, ഉത്രാടും തിരുവോണം വേണ്ടി വന്ന സാധാരണ ഒരു സദ്യ, നല്ലൊരു സദ്യ, അതാണ് വടക്കേ മലബാറിലുള്ള ഓണം. നേരെ മറിച്ച് ഈ പാലക്കാട് എന്ന് പറഞ്ഞാൽ വള്ളുവനാടൻ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ അത്തം ദിവസം തുടങ്ങും. ഒന്നാന്തരം നേന്ത്രപ്പഴം, അത് കൃത്യമായിട്ട് വേവിച്ചു അടിപൊളിയായിട്ടുള്ള പപ്പടം. ഈ പപ്പടവും പഴവും വറുത്തുപ്പേരിയും, അത് ശർക്കര ഉപ്പേരിയുണ്ട്, സാധാരണ വറുത്തുപ്പേരി, ഇതാണ് എല്ലാ ഭവനങ്ങളിലും പോയാൽ കിട്ടുക. അതൊരു ആഘോഷമായിട്ട് കൊണ്ടുനടക്കുക. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന വെള്ളിനഴി വന്ന ഈ സ്ഥലത്ത് പാലക്കാട് ജില്ലയിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ 90-ലാണ് ഇവിടെ എത്തിയ മുതൽ ഞാൻ എങ്ങനെയാണ് പാലക്കാടൻ ജില്ലകളിലൊക്കെ ഓണാഘോഷം അതുമാതിരി ഇവിടെ അത്തം മുതൽ പഴവും പപ്പടമായിട്ട് 10 ദിവസം തിരുവോണം വരെ കൊണ്ടാടിയൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാട്ടിലുള്ളത് അതാണ്. നേരെ മറിച്ച് വടക്കേ മലബാറിൽ തലേ ദിവസം ഓണം ദിവസം ഒരു സുഖമായിട്ടൊരു സദ്യ, അത്രയേ ഉള്ളൂ. പിന്നെ പൂവിടലുണ്ട്. ഈ നാട്ടിൽ പൂവിടൽ മാത്രമല്ല, ഇവിടെ മാതേവരെ വെക്കുക എന്നിട്ടൊരു സമ്പ്രദായമുണ്ട്. അത് വടക്കേ മലബാറിലില്ല. പക്ഷേ വേറൊരു സന്ദർഭത്തിൽ മാർച്ച് മാസം ഉള്ള പൂരം, ആ പൂരം വളരെ കേമായിട്ട് ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് വടക്കേ മലബാർ. അത് ഇവിടെ മാതേവർ പറഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കുന്നത്, അതിന് പകരം നമ്മുടെ വടക്കേ മലബാറിൽ കാമദേവനെ വെക്കുക എന്നാണ് പറയാം. ആ ദേവനെ മുഴുവൻ പറയില്ല, കാമനെ വെക്കുക.
അപ്പോൾ കല്യാണം കഴിയാത്ത സ്ത്രീകൾക്ക് അവരുടെ വിവാഹം നടക്കും എന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങനെ ഇവിടെ ആഘോഷിക്കുന്ന ഈ മാതേവര വിഷയം വടക്കേ മലബാറിൽ പൂരക്കാലത്താണ്, മീനമാസത്തിലെ പൂരം. വളരെ കേമായിട്ടുള്ള ആഘോഷം, നല്ല അടയും അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് കേമായിട്ടുള്ള ആഘോഷം. അതിൻ്റെ മാറ്റം അങ്ങനെയാണ്. അവിടെ കാമന വെക്കുന്നത് മീനമാസത്തിലെ പൂരക്കാലത്ത്, ഇവിടെ തിരുവോണം ഓണക്കാലത്ത് മാതേവരെയും കൂടി വെക്കുന്നു. ഈ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി തിരക്കിലാണ് മേളത്തിൻ്റെ. ഇതിനിടയിൽ ഓണത്തിന് വീട്ടിലേക്ക് എത്താറുണ്ടോ എപ്പോഴും? ആദ്യമൊക്കെ എത്തിയിരുന്നു. പിന്നീട് നമ്മുടെ സർക്കാരിൻ്റെ ഒക്കെ പരിപാടി വരുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് എൻ്റെ മുഖ്യമായ വിഷയം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കുടുംബത്തിനെയും കുട്ടികളൊക്കെ അമ്മയുടെ കൂടെ ഇരിക്കാൻ പറഞ്ഞേക്കും. ഞാൻ പരിപാടിയായിട്ട് പോകും. ഈ വർഷം പ്രത്യേകിച്ച് നമുക്ക് സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികളില്ലാത്തത് കൊണ്ട് ഈ വർഷം ഓണാഘോഷം അമ്മയുടെ കൂടെ ആവാമെന്ന് വെച്ചിട്ട് മട്ടന്നൂരേക്ക് പോവുകയാണ്. ആശാൻ ഈ ഓണത്തിന് ഇല്ലാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ടോ മുമ്പ്? അതുണ്ട്, ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട്. അത് ആദ്യമൊക്കെ ഓണത്തിന് ഇല്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് എങ്ങനെയാണ്, വടക്കേ കേരളത്തിലെ ഓണമാണോ അതോ പാലക്കാട്ടെ ഓണമാണോ? നമുക്ക് പാലക്കാട് ഈ ഭാഗത്തുള്ള, ഞാൻ താനൂരാണ് ജനിച്ചത് വന്ന്, അപ്പോൾ എനിക്ക് ഈ ഭാഗത്തുള്ള ഓണം തന്നെയാണ് ഇഷ്ടം. എങ്ങനെ ഈ ഭക്ഷണപ്രിയനാണോ? ആ, ഭക്ഷണം ആദ്യമൊക്കെ ഭക്ഷണപ്രിയന, ഇപ്പോൾ മിതമായിട്ടുള്ള ഭക്ഷണങ്ങളെ കഴിക്കാം. ആദ്യമൊക്കെ ഭക്ഷണം സുഖമായിട്ട് കഴിക്കും, എല്ലാത്തിൻ്റെ സാധനമൊക്കെ നോക്കി സുഖമായിട്ട് കഴിക്കും. ഇപ്പം പിന്നെ കുറഞ്ഞു അസുഖമൊക്കെ കുറച്ച്, ഒരു പ്രമേഹത്തിൻ്റെയൊക്കെ രണ്ടാൾക്കും ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരാൾക്ക് മാത്രം ഉണ്ടാക്കുന്നു. അപ്പോൾ രണ്ടാളും കുറച്ചു, ഭക്ഷണമൊക്കെ കുറച്ചു. എന്താ ആശാൻ ഈ ഓണ സമയത്ത് വടക്കേ കേരളത്തിലും പാലക്കാട് ഇരിക്കുമ്പോൾ വടക്കേ കേരളത്തിൽ മിസ് ചെയ്യുന്നൊരു കാര്യം എന്താ? സത്യത്തിലൊന്നും മിസ് ചെയ്യുന്നില്ല ഇന്ന് എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ വടക്കിൻ്റെയോ തെക്കിൻ്റെയോ നടുവിൻ്റെയോ ആളല്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. എവിടേക്കാണ് വിളിച്ചാച്ചാൽ അവിടേക്ക് കണ്ട് പോവുക. കാരണം എന്നെ ഏൽപ്പിച്ചൊരു വിഷയം, ഈ മഹാകവി ഒളപ്പമണ്ണ പറയാറുണ്ട്, കേരളത്തിൻ്റെ ഉത്സവ ബിംബം, അതിൻ്റെ പേര് ചെണ്ട എന്നാണ്. അപ്പോൾ ഓണമായാലും വിഷു ആയാലും ഏത് ആഘോഷങ്ങൾക്കും ആരെങ്കിലും എവിടെയെങ്കിലും ചെണ്ട കൊത്താൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വിഷയമല്ല. അത് പോയി സുഖമായിട്ട് കൊട്ടുക, അവരുടെ കൂടെ കൂടുക, ആ സന്തോഷം അവിടെ, അതാണ്. അല്ലാണ്ട് ഒന്നും മിസ് ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ച്. പറഞ്ഞു കേട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ചെണ്ട എന്ന് പറയുന്ന ഒരു അസുരവാദിയാണ്. അതിനൊരു ദേവവാദിയാക്കി മാറ്റിയത് ആശാനെ പോലുള്ള ചില ആളുകളുടെ കഴിവ് കൊണ്ടാണ്. ഞാനും അതിൽ ഒരുപാട് പ്രവർത്തിച്ച ഒരാളാണ്, പ്രവർത്തിച്ച് കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. നമുക്ക് അതെങ്ങനെയെന്ന് വെച്ചാൽ, ഈ നമ്മൾ കാട്ടിക്കിടക്കുന്ന സിംഹത്തിനെ പിടിച്ചിട്ട് നമ്മുടെ വരുതിയിൽ നിർത്തുന്നില്ലേ, അതുമാതിരി ചെണ്ട ഒരു അസുരവാദ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിലതിന് ചില ജന്മനാ ചില ശബ്ദങ്ങളുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെണ്ട എന്ന് പറഞ്ഞാൽ ഘനഗാംഭീര്യമുള്ളൊരു ശബ്ദമാണ്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം, ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ രാജഭരണകാലത്തൊക്കെ ഉച്ചഭാഷിണികളൊന്നും ഇല്ലാത്ത സമയത്ത് രാജാവിൻ്റെ കാര്യങ്ങൾ, ജനങ്ങൾക്ക് അറിയിക്കേണ്ട കാര്യങ്ങൾ ചെണ്ട കൊട്ടി അറിയിച്ചിരുന്നതാണ്. അപ്പോൾ അത്രയും വലിയൊരു ശബ്ദം നമുക്കതിൽ നിന്ന് വരുന്നുണ്ട്. അതതിൻ്റെ ജന്മ സ്വഭാവം. പിന്നെ അതിനെ കർമ്മം കൊണ്ട് മെരുക്കിയെടുക്കുക. ഒരു മൃദംഗത്തോട് എങ്ങനെ ചെണ്ട ചേർക്കാം, ഒരു തബലയോട് എങ്ങനെ ചെണ്ട ചേർക്കാം, അതൊക്കെ ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരാൾ ഞാനുമാണ്. കാരണം മൃദംഗ ചക്രവർത്തി ഉമയാൾപുരം ശിവരാമൻ സാർ, കാരക്കുടി മണി സാറ്, അതോടൊപ്പം തന്നെ എല്ലാവർക്കും ലോകം മുഴുവൻ ആരാധിക്കുന്ന അള്ളാരാഖയുടെ മകൻ സക്കീർ ഹുസൈൻ, ഇവരുടെ കൂടെയൊക്കെ നിരവധി തവണ ഞാൻ ചെണ്ടയായിട്ട് പോയിട്ടുണ്ട്, അവരുടെ കൂടെ വായിച്ചിട്ടുണ്ട്. അവർക്ക് ആ ശബ്ദം ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് ഒന്നിലധികം പരിപാടി. അമേരിക്കയിലൊക്കെ ഞങ്ങൾ 2 മാസം യാത്ര ചെയ്തിട്ടുണ്ട് സക്കീർ ഹുസൈനായിട്ട്, ചെണ്ടയും തബലയും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് എവിടെയാണോ, നമ്മളെല്ലാ സമയത്തും ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ദേഷ്യപ്പെടുന്നില്ല. ഇപ്പോൾ കുട്ടികളോട് ദേഷ്യപ്പെടുന്നത് അവരെന്തെങ്കിലും ശരിയല്ലാത്ത വിഷയം കണ്ടാൽ മാത്രമേ ദേഷ്യപ്പെടൂ, അല്ലാത്ത സമയത്ത് അവർ അതുമാതിരിയാണ്. എവിടെയാണോ ആവശ്യം, അത് എത്ര ഉയർന്ന ശബ്ദമാണോ അല്ലെങ്കിൽ എത്ര ലളിതമായ ശബ്ദമാണോ നമ്മൾ ഉണ്ടാക്കേണ്ടത്, അതാണ് ആ യോജിപ്പ്. താളം എന്ന് പറയുന്നത് അത് യൂണിവേഴ്സലാണ്. ആ താളം കൊണ്ട് നമ്മുടേതായ ഉപകരണത്തെ ആവശ്യത്തിനനുസരിച്ചുള്ള ശബ്ദം കൊടുത്തുകൊണ്ട് ജനങ്ങളെ നമ്മളിലേക്ക് അടുപ്പിക്കുക എന്നതാണ്
നമ്മുടെ കലയുടെ ധർമ്മം. അത് കൃത്യമായിട്ട് ഒരു കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. ചെണ്ടമേളങ്ങൾക്കും ഇല്ലെങ്കിൽ ഉത്സവാദി തായമ്പൊക്കെ കൊട്ടി നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്നൊന്നും ഇതുമായിട്ട് ചെണ്ടയുടെ ശബ്ദം ഇതുമായിട്ട് ചേരാൻ പോവില്ല, ചേരാൻ പറ്റുന്നതല്ല എന്നൊക്കെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഒരുപാട് ശ്രമം ഞാൻ ചെയ്തതാണ്. ഇപ്പോഴും അത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ പേര് ശങ്കരൻകുട്ടി എന്നായി. പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതായത് ഈ കുട്ടി എന്ന പേര് ആശാനെ ചെറുപ്പം മുതലില്ല, പിന്നീട് ചാർത്തി തന്നൊരു പേരാണല്ലേ ആസ്വാദകരായാലും ഗുരുക്കന്മാരായാലും. അതെ, അത് പട്ടരാത്ത ശങ്കരമാരാന്ന് പറഞ്ഞിട്ട് ഇടക്കയിൽ ഇപ്പോൾ പലർക്കും അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് പറഞ്ഞാൽ ഇപ്പോഴും ഓർമ്മ. അദ്ദേഹമാണ് പല്ലാവൂരപ്പുമാരാർ. പല്ലാവൂരപ്പുമാരാരുടെ അച്ഛനാണ് എന്നെ ഇടക്ക വിട്ട് പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ഇങ്ക എന്നുള്ള അക്ഷരം അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്നെ ചക്കരക്കുട്ടീനെ വിളിക്കും. അങ്ങനെയാണ് ഇങ്ക മാറിയിട്ട് ഇക്കയും കുട്ടി അദ്ദേഹം ചാർത്തുന്ന പേര്. അതിനുശേഷം എല്ലാവർക്കും കുട്ടിയാൻ. എനിക്കാണെങ്കിൽ എൻ്റെ രക്ഷിതാക്കൾക്കുൾപ്പെടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പേരും അതാണ്. കാരണം ഒരിക്കലും വലുതാവില്ലല്ലോ, ആ പേരിൽ തന്നെ ഇരിക്കാം. പറയും നമ്മളെല്ലാം പഠിച്ച് വളരുക എന്ന് പറയുമ്പോൾ ആശാൻ്റെ കാര്യത്തിൽ മാത്രം പഠിച്ച് കുട്ടിയാവുകയാണ്. സംശയിക്കേണ്ട, അതാണ്. കാരണം കുട്ടി എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക സുഖമാണ്. നമുക്ക് സ്വയം പറയാനും മറ്റുള്ളവർക്ക് പറയാനും ആ ഒരു സുഖം, ആ കുട്ടി മനസ്സ് ഇപ്പോഴും എനിക്കുണ്ട്. വയസ്സെത്രയായിന്ന് എനിക്ക് ഇപ്പോഴും അറിയാത്ത ഒരാളാണ് ഞാൻ. ഒരു 10-24 വയസ്സായിന്ന് എനിക്ക് തോന്നാറുള്ളൂ. ഇവരൊക്കെ 70 എന്ന് പറയുന്നുണ്ട്, അപ്പോൾ 24. അത് ആഘോഷിക്കാൻ വേണ്ടി പറയുന്നതാണ്. അത് ആഘോഷിച്ചോട്ടെ. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു കിടക്കുന്ന കലയുടെ വിഷയത്തിൽ ഞാൻ എന്നും ഒരു 24കാരനായിട്ട് തുടരാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ വയ്യാന്നൊക്കെ തോന്നും. ഞാൻ പലവരോടും പറയാണ് വയ്യ. എങ്കിലും അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറക്കുക തന്നെ. അതങ്ങനെ അത് ലയിച്ചു പോകണം. അതിപ്പോഴും അതേ അവസ്ഥയാണ്. ആശാനെക്കുറിച്ച് എല്ലാവരും പറയുമ്പോൾ ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത്, മുമ്പിൽ നിൽക്കുന്ന ആസ്വാദകർ ആരാണെങ്കിലും അവർക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് മേളം പെരുക്കും എന്നൊക്കെയാണ്. എന്താ അതിൻ്റെ ഒരു കുട്ടൻ സകരം? അതൊരു ശരിയായ കുട്ടൻസാണ്. പ്രത്യേകിച്ചും എൻ്റെ സഹധർമ്മിണീനെ അടുത്തുകൊണ്ടിരുത്തി പറഞ്ഞാൽ ഒരു പക്ഷേ അവൾക്ക് ഇപ്പോൾ ഇഷ്ടമാവും. കുറച്ച് കാലം മുമ്പേ പറഞ്ഞാൽ ഇഷ്ടമായില്ല. അതെങ്ങനെ വെച്ചാൽ ജനങ്ങൾ, അത് ആബാലവൃദ്ധൻ ജനങ്ങൾ, അവിടെ പ്രായമില്ല, കുട്ടിയത്വമില്ല, വലിപ്പമില്ല. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ഒരു 18 വയസ്സിലൊക്കെ ഞാൻ കൊടികെട്ടി പറക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാലത്ത് അരങ്ങിൽ വീണ് അത് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും 18 വയസ്സുള്ള ഒരാൾക്ക് നല്ലൊരു പെൺകുട്ടീനെ കണ്ടാൽ അവിടേക്ക് നോക്കും. അവൾക്ക് വേണ്ടത് എന്താണ് കൊടുക്കാൻ, ചെണ്ടയിലൂടെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാനുള്ള വിഷയം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതില്ലാന്ന് പറഞ്ഞുകൊണ്ട് വരിക. നമുക്ക് തക്കട കൊട്ടിയ 4 കാലം എന്ന് പറയും. ഈ 4ാം കാലം കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേമാതിരി സൗന്ദര്യമുള്ളൊരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ അറിയാണ്ട് അത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ കണ്ടാലും ഉണ്ടാകുന്നുള്ള ഉത്തമ തെളിവാണ് ഞങ്ങൾ. അതുകൊണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയിൽ ഈ 4ാം കാലം നമ്മളറിയാതെ 5ലേക്ക് വളരും. അതാണ് കലക്ക് എന്ന് പറഞ്ഞാൽ. അത് മാനസികമായിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചത്, അവർക്ക് എന്താണോ വേണ്ടത് അത് ചെണ്ടയിലൂടെ കൊടുക്കുക, അടിവരേണ്ടതാണ്. അല്ലാണ്ട് മറ്റു കൊടുക്കല്ല. ചെണ്ടയിലൂടെ നമ്മൾ കൊണ്ട് നടക്കുന്ന ഉപകരണത്തിലൂടെ മറ്റുള്ളവർക്ക് എന്തെല്ലാം സന്തോഷം കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു ഐ കോണ്ടാക്റ്റ് വെക്കുന്ന ഒരാളാണ്. കൊട്ടുമ്പോൾ ഞാൻ ചെണ്ടയിൽ നോക്കാറില്ല. അതൊക്കെ പറയുമ്പോൾ ഭാരതി അമ്മ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അമ്മ ഇതേപോലെ ചെണ്ടയിലൂടെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടാവും. ആശാൻ ഞങ്ങൾ കാണലുണ്ട്. വല്ലാത്ത ഒരു ഇതൊന്നും തോന്നില്ല. പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടു. അതിന് ശേഷമാണ് ഈ ആശ നേരത്തെ പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അതിന് മുമ്പ്? അതൊക്കെ കേട്ടു. ഇനി ആശാന്ത് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മക്കളായിട്ട് ഈ തായമ്പകയിൽ ലോകം മുഴുവൻ സഞ്ചരിച്ച് തായമ്പകയെ ലോക പ്രശസ്തിയിലേക്ക് എത്തിച്ചു. തായമ്പകയിൽ സത്യം പറഞ്ഞാൽ ആശാൻ ഒരുപാട് വ്യത്യസ്തതകൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ആ ഒരു ചെണ്ടമേള ആയിക്കോട്ടെ അല്ലെങ്കിൽ തായമ്പക ആയിക്കോട്ടെ ലോകം മുഴുവൻ വലിയ രീതിയിൽ അതിന് ഒരു അംഗീകാരം കിട്ടിയ പോലെ ആയി. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ, നമ്മുടെ ഗുരുനാഥന്മാർ അവർ ചെയ്യുന്ന ഒരു വഴി,
ആ വഴിയാണ് നമുക്ക് അവരിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതും അവർ പഠിപ്പിക്കുന്നതും. പിന്നീട് അവർ പഠിപ്പിച്ചു തന്നാൽ പഴമ വിടാതെ അതിലെന്തൊക്കെ പുതുമയുണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടെത്തൽ, അതിനു വേണ്ടിയൊക്കെ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ആ പരിശ്രമം ജനങ്ങൾ കൃത്യമായി ഏറ്റെടുത്തു എന്നുള്ളതാണ് എന്നെ ഇന്നും ഈ ആസ്വാദകർ ഇഷ്ടപ്പെടാൻ കാരണം. എൻ്റേതായ കണ്ടെത്തലുകൾ അത് മോശമല്ല, ഭാവി തലമുറയ്ക്ക് ഇതൊക്കെയാണ് വേണ്ടതെന്നുള്ളൊരു കാഴ്ചപ്പാട് ജനങ്ങളിൽ നിന്നും എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് സ്വയം തോന്നാണ് ഞാൻ പ്രവർത്തിച്ച പ്രവൃത്തി അത് സത്യമായിട്ട് വരികയാണ്, ഇതാണ് നാളത്തെ ലോകം ഇഷ്ടപ്പെടുന്നത്. ആ കാഴ്ചയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ പഠിപ്പിച്ചത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അത് ഒരു ശിഷ്യൻ്റെ വളർച്ചയ്ക്ക് ഉതകില്ല. നമ്മൾ ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് രണ്ടാക്കി മാറ്റാനുള്ള ശ്രമം ചെയ്യണം. അത് എന്നെ സംബന്ധിച്ച് അത് സാധിച്ചിട്ടുണ്ട്, അതിന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാരും അതിനെന്നോട് അനുകൂലമായിരുന്നു. ഈ മക്കൾ മേളത്തിലേക്ക് തിരിഞ്ഞപ്പോൾ അവരെ ക്ഷണിക്കുകയാണ് ചെയ്തത്, അതോ അതല്ല നിങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകണം എന്ന രീതിക്ക് പറഞ്ഞു? ഞാൻ മക്കളെ ആയാലും ശിഷ്യന്മാരെ ആയാലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അത് കൃത്യമായിട്ടും സത്യസന്ധമായിട്ട് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഇപ്പോഴും മക്കളോട് അന്നും പറഞ്ഞത് ഇന്നും പറയുന്നതും ഒരേ വാക്കാണ്. താൻ ഏറ്റെടുത്ത പ്രവൃത്തി എന്താണോ അതിൽ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അത് ചെയ്യാം. അപ്പോൾ ലോകം അംഗീകരിക്കും. അതിനുള്ള ഉത്തമ തെളിവ് കൂടിയാണ് ഞാൻ എന്ന് പറയാറുണ്ട്. കാരണം ഒരു കാലത്ത് ചെണ്ട എന്ന വിഷയം ഒന്നും അറിയാത്തവന് ചെണ്ട കൊട്ടാൻ ഒരു തോന്നലാണ്. അത് മാറിയിട്ട് ഇപ്പോഴും, പണ്ട് ഇതൊരു പ്രത്യേക ജാതിക്കാർക്ക് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറി ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ആർക്കും പഠിക്കാം, അതിന് പ്രായഭേദമന്യേ പഠിക്കാം എന്നുള്ള അവസ്ഥയിൽ ലോകത്തിൽ ഒരുപാട് സ്ഥലത്ത് എത്തിച്ചു. ഇപ്പോഴും അത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ ചെണ്ടയും മറ്റ് വാദ്യോപകരണങ്ങളൊക്കെ കൂട്ടിയൊരു ഫ്യൂഷൻ ഇപ്പോൾ ആശാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് ഒരു തിരിയാനുള്ള കാരണം എന്താണ്? അത് തിരിയാനുള്ള കാരണം, ഒന്ന്, നമ്മൾ ഈ മൃദംഗമായിട്ടും തബലയൊക്കെ ആയിട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് കേരളത്തിലെ ഉപകരണങ്ങൾ ചെണ്ട, മദ്ദളം, തിമല, അതോടുകൂടി തന്നെ പാശ്ചാത്യ ഉപകരണങ്ങൾ കീബോർഡ്, വയലിൻ, ഇതൊക്കെ വെച്ച് ഇതെല്ലാം ടോട്ടലി ചേർന്ന് കഴിഞ്ഞിട്ട് ഒരു ഫ്യൂഷൻ, അതിനെന്നെ ഏറ്റവും ഇപ്പോൾ സഹായിക്കുന്ന ആളാണ് ഉള്ളിയേരി പ്രകാശ്. വളരെ കൃത്യമായിട്ട് നമ്മൾ രണ്ടുപേരും ചേർന്ന് എന്തെങ്കിലും ചില കണ്ടെത്തൽ, നമ്മൾ പുതുമയായിട്ടുള്ള ഇപ്പോൾ ഭക്ഷണമൊക്കെ അങ്ങനെയല്ലേ, വെറും ചോറും കറികളും മാത്രമല്ല, ഫാസ്റ്റ് ഫുഡ് ഉണ്ടെങ്കിൽ അതും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ചൂടോടെ കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊരു സഞ്ചാരം, ഒരു എത്തിനോട്ടം, അത് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വലിയ സന്തോഷത്തിലാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കലാകാരന്മാർക്ക്, പ്രത്യേകിച്ചും ഈ വാദ്യമേഖലയിലുള്ള കലാകാരന്മാർക്ക് ഒരു അംഗീകാരം കുറഞ്ഞു വരുന്നു എന്ന രീതിയിലുള്ള തോന്നൽ ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. അതിനെന്തായിരിക്കും കാരണം? ഒരിക്കലും അംഗീകാരം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോഴാണ് വാദ്യകലാകാരന്മാരെ കൃത്യമായിട്ട് അംഗീകരിക്കുന്ന ഗവൺമെൻറ് ഉൾപ്പെടെ ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ അതുകൊണ്ടാവും എൻ്റെ മെയിന് ഞാൻ പറയാതിരുന്ന കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായിട്ടൊരു വാദ്യകലാകാരനെ അവർ അവരോധിച്ചിട്ടുണ്ടെങ്കിലും അത് വാദ്യകലകൾക്കും കലാകാരന്മാർക്കുള്ള അംഗീകാരമാണ്. അത് മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് മാത്രമുള്ള അംഗീകാരമല്ല, അത് ആ വാദ്യകലയ്ക്ക്, കേരളീയ വാദ്യകലയുടെ ഒരു അംഗീകാരമാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഞാനത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. വാദ്യകലാകാരന്മാരുടെ കൃത്യമായ സുഖം, സമാധാനം, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. കുറച്ചും കൂടിയും കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് ഈ വാദ്യ മേഖലയിലുള്ള കലാകാരന്മാർക്ക് അവരുടെ ഉന്നതിയിലേക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടി ഇടപെടലുകൾ വേണമെന്നൊരു ചിന്ത ആശാനുണ്ട്. ഇടപെടൽ കൃത്യമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് വാദ്യകലാകാരന്മാർക്കും ചില ചുമതലകളുണ്ട്. നിങ്ങളെ കൈപിടിച്ച് ഉയർത്തണമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി അതുമാതിരി ആയിരിക്കണം. നിങ്ങൾ കൃത്യമായിട്ട് പ്രവൃത്തി ചെയ്താൽ നിങ്ങളെ കൊണ്ടു നടക്കാൻ ആളുണ്ടാവും, നിങ്ങൾക്ക് വേണ്ട അംഗീകാരം തരാൻ ആളുണ്ടാവും. പക്ഷേ ആ പ്രവൃത്തി, ഇത് ഞാനിരിക്കുന്ന സ്ഥലത്ത് എനിക്കിത് വന്ന് കൊണ്ടുതരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതിന് പകരം നമ്മൾ നമ്മുടെ പ്രവൃത്തി കൃത്യമായി ചെയ്യാം. അതിന് വേണ്ട സപ്പോർട്ട് എല്ലാ തരത്തിലും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലം. ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം ഒരുപാട് അംഗീകാരം വാദ്യകലയ്ക്ക് ഇപ്പോൾ ഭാരത സർക്കാർ ഒരു പത്മശ്രീ തന്നിട്ടുണ്ടെങ്കിൽ അതുപോലും കലാകാരന്മാർ കേരളീയ വാദ്യകലയെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചെണ്ടവാദ്യ കലാകാരൻ ഇങ്ങനൊരു
സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഭാരത സർക്കാർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാദ്യകലയ്ക്ക് ഇപ്പോൾ എല്ലാവരും കൊടുക്കുന്ന അംഗീകാരമാണ്. ഒരുപാട് കലാകാരന്മാർ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പണ്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും പറഞ്ഞാൽ ഒരു മേളം നിങ്ങൾ ഒരു ടീമിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട അവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോതാണ്. പണ്ടത്തെ മാതിരി ബസ്സിൽ കയറി വരുന്ന ഒരു കലാകാരനില്ല, മിനിമം ഒരു 2 വീലറെങ്കിലും. അപ്പോൾ അത്രയും കലാകാരന്മാർക്ക് അവിടെ എത്തിക്കഴിഞ്ഞുള്ളതാണ് എൻ്റെയൊക്കെ ഒരു സുഹൃത്തായിട്ടാണ് ഞാനത് വിചാരിക്കുന്നത്. കാലത്ത് തൂക്കി കിലോമീറ്ററോളം നടക്കുന്ന ഒരു കാലഘട്ടം 100% അങ്ങനെ ഒരു കാലം. ഒരു തോളിൽ ചെണ്ട, വലത് കൈയിൽ തിമല, ഇതിൽ തന്നെ ബാഗ് തൂക്കിയിട്ട് കിലോമീറ്ററോളം നടന്ന് കൊട്ടിയ ഒരാളും കൂടിയാണ് ഞാൻ. ഇന്ന് അങ്ങനെ ഒരു വിഷയമേ വരുന്നില്ല. വാദ്യകലാകാരന്മാരെ വിളിക്കുന്ന കമ്മിറ്റിക്കാർ, സംഘാടകർ നമുക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തരുന്നു. പഴയ കാലത്തെ മാതിരി എവിടെയെങ്കിലും കൊണ്ടുപോയി കിടത്തില്ല, ഇരിക്കാനും കിടക്കാനുള്ള കൃത്യമായ സൗകര്യം അവർ തരും, നമ്മൾ പറയാണ്ട് തരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രവൃത്തി കൃത്യമായിരിക്കണം. പറയാണ്ട് ഇവർക്ക് ഇന്ന സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് ഒരു സംഘാടകർക്ക് തോന്നിക്കാനുള്ള പ്രവൃത്തി വാദ്യകലാകാരന്മാരും ചെയ്യണം. അത് അവരുടെയും കൂടി ചുമതലയാണ്. കൃത്യമായിട്ട് ന്യായമായും സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ലോകം നമ്മളെ അംഗീകരിക്കുന്നുള്ള ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട, അംഗീകരിച്ചിരിക്കും. ഒരു മേള പ്രേമി എന്ന രീതിയിലേക്ക് നമ്മളൊക്കെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കൊട്ട് കാണുമ്പോൾ ആശാൻ മുന്നിൽ നിന്ന് ഇങ്ങനെ നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്നു, തിരുവമ്പാടിയുടെ മേളപ്രമാണിയിൽ നിന്ന് മാറും. ഒരു വിഷമമൊക്കെ തോന്നിയിരുന്നു? അത് വിഷമല്ല. ഒന്ന്, ഞാൻ 36 വർഷം തിരുവമ്പാടിക്ക് വേണ്ടി മാത്രം കൊട്ടിയ കലാകാരനാണ്. ഞാനവിടെ പോയത് എൻ്റെ ഗുരുനാഥനായ ഭട്രാത്ത് ശങ്കരമാരായുടെ നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് 30 കൊല്ലം മറ്റ് കലാകാരന്മാരുടെ യോഗ്യരായ ഗുരുനാഥന്മാരുടെ കൂടെയായിരുന്നു ഞാൻ കൊട്ടിയത്. അങ്ങനെ വരുമ്പോഴാണ് അവരൊക്കെ ചില ആൾക്കാരായാലും സ്വയം പിന്മാറി, പ്രായാധിക്യം കൊണ്ട് എനിക്ക് വയ്യാതെ വന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവർ തിരുവമ്പാടി കമ്മിറ്റി ഇനി അടുത്ത ചുമതല മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ പ്രമാണത്തിലാവണം എന്ന് പറഞ്ഞൊരു കാലം. അപ്പോൾ ആ പ്രമാണം ആഗ്രഹിക്കുന്ന വേറെയും 2-3 കലാകാരന്മാർ, എല്ലാവരും ആഗ്രഹിക്കും, പക്ഷേ എല്ലാവരും അതാവില്ലല്ലോ. 2-3 കലാകാരന്മാർ അത് ആഗ്രഹിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ച് അതിന് ലേവലേശം ആഗ്രഹം ഇല്ലാത്തൊരു മനത്വമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ അതിനാഗ്രഹമുള്ളവരുണ്ട്. എന്നെ സംബന്ധിച്ച് തിരുവമ്പാടി കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ഒരു കമ്മിറ്റ്മെൻ്റായിട്ട് ഞാൻ സ്വയം ചെയ്യുന്നൊരു വിഷയമാണ്. ആ വിഷയത്തിൽ ഞാൻ ഇവിടെ പ്രമാണം കൊട്ടിയാലും കൊട്ടിയിട്ടില്ലെങ്കിലും എൻ്റേതായ മനസ്സും എൻ്റെ കൊട്ടും ഇവിടേക്ക് സമർപ്പിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പ്രമാണം എനിക്ക് വേണ്ട, അത് ആഗ്രഹിക്കുന്നവരിവിടെ ഉണ്ട്, അവർക്ക് കൊടുക്കാം. അത് പറ്റില്ല, മട്ടന്നൂർ തന്നെ വന്നു. ഞാൻ പറഞ്ഞു, ഉത്സവകാലത്ത് അവിടെ വന്ന് ഒരു ദിവസം ഞാൻ കൊട്ടിയാൽ മതിയല്ലോ. നിങ്ങൾക്ക് എന്നോടും എനിക്ക് നിങ്ങളോടുള്ള കടപ്പാട്, 2 പേർക്കും കൃഷ്ണനോടുള്ള കടപ്പാടുണ്ടെങ്കിൽ അതും ആ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ല, ഇത് നിർബന്ധമായിട്ട് ചെയ്യണം. അങ്ങനെ നിർബന്ധമായിട്ട് അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചില ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്ക് ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്ന ആൾക്കാരെ നിർത്തിയിട്ട്, കാരണം ഇതൊരു റിലേ മാട്ടാണ്, എൻ്റെ കൂടെ ഓടിയാൽ എത്തുന്നവരായിരിക്കണം എൻ്റെ കൂടെയുള്ളവർ. അപ്പോൾ അവർ 100% എന്ത് പറഞ്ഞാലും മട്ടന്നൂർ എന്ത് പറയുന്നു അത് സമ്മതിച്ചുകൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചതും ഞാൻ ഏറ്റതും. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ ചെറിയൊരു മാറ്റം വേണമെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്ത് മാറ്റങ്ങൾ വേണിച്ചാൽ വരുത്തിക്കോളൂ, ഞാൻ നിരുപാധികം മാറിത്തരാം. ഞാൻ കൊണ്ടുപോയ 10-25 ആർട്ടിസ്റ്റുമാരുണ്ട്. ഈ 10-200 പേരുള്ള കലാകാരന്മാരുടെ ഇടയിൽ ഞാൻ കൊണ്ടുപോയ ഒരു 10-20 ആളേ ഉള്ളൂ. ബാക്കിയെല്ലാം അവിടെ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നവരാണ്. അവരെ വെച്ചിട്ടാണ് ഇത് കൊണ്ടു നടക്കേണ്ടത്. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ വേറെ ചില ആൾക്കാരെയും അതിൽ നിന്ന് ഇതിലേക്ക് നിർത്തണമെന്നാണ്. ഞാൻ പറഞ്ഞത് വിഷമമാണ്, അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. 6ാമത്തെ കൊല്ലം പറഞ്ഞു അത് നിർബന്ധമാണ്. ഞാൻ എന്ത് നിർബന്ധമായാലും എൻ്റെ വിഷയത്തിൽ അത് നടക്കില്ല, നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഞാൻ കൊണ്ടുവന്ന കലാകാരന്മാർ നിരുപാധികം മാറിത്തരാം, നിങ്ങൾ ആരെ വെച്ചിട്ട് വേണം നടത്തിക്കോളൂ. അങ്ങനെ 6ാമത്തെ വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷം അവരെന്നോട് പറഞ്ഞു, ഈ കൊല്ലം ഇന്നെന്ന കലാകാരന്മാരെ ചില സ്ഥാനങ്ങളുണ്ട്, അവിടെ നിർത്തണം. ഞാൻ പറഞ്ഞു, എന്താ മട്ടന്നൂരിന് പറയാനുള്ളത്? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അന്നും ഇന്നും ഞാൻ പറയുന്ന കാര്യത്തിൽ ഒറ്റ മാറ്റങ്ങളും ഞാൻ ചെയ്യില്ല. പിന്നെ നിങ്ങൾ
അതിൽ ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് നിർത്തണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ആരാ നിൽക്കുന്നത് നിങ്ങൾക്കറിയാൻ ചോദിച്ചു. ലോകത്തുള്ളൊരു ഉന്നതനായ കലാകാരനാണ് ഇപ്പം എൻ്റെ കാലത്ത്. ഞാൻ ആരെയും കൊണ്ടല്ല, ഞാൻ നിർത്തിയതിൽ അതിൻ്റെ ഇടയിൽ കയറി നിൽക്കാനുള്ള ഒരു കലാകാരനും എൻ്റെ കാഴ്ചയിലില്ല. ചെണ്ടകൊട്ടിൻ്റെ വിഷയം ഞാനാണ് നിശ്ചയിക്കുന്നത്. അതിൽ IAS PH അതൊക്കെ ഞാനാണ്. ആ വിഷയത്തിൽ ഞാൻ മറ്റൊന്നും ചെയ്യില്ല. ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ പറയുന്നൊരു കലാകാരൻ, ഞാൻ ഇപ്പോൾ നിർത്തിയ കലാകാരൻ, അവരെ ആ തേക്കിൻകാട് മൈതാനിയിൽ നേരത്തെ ഞാനൊരു വായത്താരി പറഞ്ഞു തരാം. ആരാ കൊട്ടുന്ന് വെച്ചാൽ അവരെ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞതാണ്. അങ്ങനെ അവസാനം അവരൊന്നും അവർക്ക് താല്പര്യമില്ലാവും. ഞാൻ മുന്നേ എനിക്കും അത്രയും താല്പര്യമില്ല. അങ്ങനെയാണ് ഞാനത് ഒഴിഞ്ഞത്. അതുകൊണ്ട് അതിൽ ഒഴിഞ്ഞൊരു ദുഃഖം ഉണ്ടെന്ന് വെച്ചാൽ അത് ഒരിക്കലും ദുഃഖമില്ല എന്നാണ് ഞാൻ പറയാം. നിലപാടിൻ്റെ ഭാഗമായി ഒരു നിലപാടിൻ്റെ, അത് സത്യസന്ധമായ നിലപാടാണ്, വെറുതെ എന്തും കാട്ടിയിട്ടുള്ള നിലപാടല്ല. ഇന്ന് അവർ ദുഃഖിക്കുന്നു. അങ്ങനെ ഒരു ടീം അതിന് ശേഷം ഉണ്ടായിട്ടില്ല. അത് ലോകം അംഗീകരിക്കുന്നൊരു വിഷയമാണ്. ഇപ്പോൾ ആശാൻ പറഞ്ഞതുപോലെ തന്നെ ആശാൻ എപ്പോഴും രാഷ്ട്രീയ നിലപാടുകൾ ഉൾപ്പെടെ കൃത്യമായി പറയുന്നൊരു വ്യക്തിയാണ്. നമുക്ക് പലപ്പോഴും തോന്നിയിട്ട് ഒരു ഇടതുപക്ഷക്കാരനാണോ എന്നുൾപ്പെടെ വരെ തോന്നിയിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ്. നാടിൻ്റെ ഒരു ഇതാണോ മട്ടന്നൂർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കണ്ണൂർ എന്ന് പറയുന്നൊരു നാടിൻ്റെ ഒരു സ്വഭാവം മുഴുവൻ അങ്ങനെ പറയാൻ വയ്യ. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മേലെ പക്ഷമായാലും താഴത്ത് പക്ഷമായാലും ഏത് പക്ഷമായാലും മനുഷ്യൻ ചില സത്യസന്ധമായ കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഒരു പ്രത്യേകതയായിട്ട് അങ്ങനെ സഞ്ചരിച്ചിരുന്നു. ക്ഷേത്ര സംബന്ധമായ വിഷയം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാണ് ഞാൻ നടന്നിരുന്നത്. അത് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളെ ആരാണ് സഹായിക്കുന്നത്, മറ്റവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഒരാൾ സഹായിക്കാം എന്ന് പറയുകയും സഹായം ചെയ്യേണ്ട സമയത്ത് വാക്ക് മാറുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് എന്നെ ആരാണോ സഹായിക്കുന്നത് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് സത്യമായി ചെയ്യാമെന്നുള്ള ആ ധർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരായിട്ട് ഞാൻ ആലോചിക്കാൻ ലെവലേശമില്ല. പക്ഷേ എൻ്റേതായ ചില കാഴ്ചപ്പാടിൽ അതുകൊണ്ടാണ് ഞാൻ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നത്. പലവരും ഇപ്പോഴും മൊബൈലൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ആർക്കും ആരും എന്തും പറയാനുള്ളൊരു കാലമുണ്ട്. ക്ഷേത്രങ്ങൾ തല്ലിപ്പൊളിച്ച് അവിടെയെല്ലാം കപ്പ വെക്കാനുള്ള ടീമിൻ്റെ കൂടെയാണ് മട്ടന്നൂർ സഞ്ചരിക്കുന്നത്. അദ്ദേഹം ഇനി മുതൽ പാർട്ടി സമ്മേളനത്തിന് മാത്രം കൊട്ടിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കത് നേരിട്ട് ഇന്നേ വരെ എന്നോട് ആരും അത് പറഞ്ഞില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ ഈ 70 വയസ്സ് വരെ മട്ടന്നൂർ എങ്ങനെ ജീവിച്ചു എന്നുള്ള സത്യം വന്ന് പഠിക്കൂ. എന്തൊക്കെ ചെയ്തു മട്ടന്നൂർ, ഞാൻ ചെയ്തൊരു ചരിത്രം ഉണ്ടാവുമല്ലോ. ആ ചരിത്രത്തിന് ഒരു മങ്ങലും ഏറ്റിട്ടില്ല. അത് മാത്രമല്ല ഇന്നേ വരെ നിങ്ങൾ ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവും, എനിക്കതറിയില്ല. പക്ഷെ ഞാൻ ഇന്നേ ഒരു ക്ഷേത്രം തല്ലി കൊടുക്കാനോ ഒരാൾക്കാരോട് ലഹള കൂടാനോ പോയിട്ടില്ല. എന്നെ ഏൽപ്പിച്ച കാര്യം അതിനെന്നെ ഏറ്റവും സഹായിക്കുന്നത് ഇടതുപക്ഷമാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പുള്ള മന്ത്രി അദ്ദേഹം മാത്രമല്ല, ഒരുപാട് അതിൽ എന്നെ സഹായിക്കുന്നവർ. ഞാൻ പറഞ്ഞൊരു കാര്യം കൃത്യമായ മുഖവിലക്കെടുത്ത് പരമാവധി വേണ്ട കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. അത് കൃത്യമായിട്ട് കണക്കിലെടുക്കുകയും അത് ചെയ്തു തരികയും ചെയ്യുന്ന ഇടതുപക്ഷമാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് പറയാലോ. നിങ്ങളെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പലതും ഞാൻ ഇത് മുമ്പ്, അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാം. പരസ്യമായിട്ട് പറഞ്ഞിട്ട് മട്ടന്നൂർ അത് പറഞ്ഞു ഇത് പറഞ്ഞു അതൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡാണ്. 100% ജീവിതത്തിൽ സംതൃപ്തിയുള്ള ഒരാളാണ് ഞാൻ. അതിന് കാരണം കൃത്യമായ കൊണ്ടു നടപ്പ്. ഏത് വിഷയമായാലും ശരി, ഇപ്പോൾ സാമ്പത്തിക വിഷയമായാലും ശരി, എനിക്കൊരു കോമേഴ്സ് ഡിഗ്രി ഒന്നുമില്ല, പക്ഷേ ജീവിത കോമേഴ്സിൻ്റെ വലിയ ഡിഗ്രി ഉണ്ട്. അതെന്താ വെച്ചാൽ എൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ 10 രൂപ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 9 ചിലവാക്കാൻ പാടുള്ളൂ അടിപൊളി ജീവിതം ആണെങ്കിൽ. അല്ലെങ്കിൽ 4 രൂപ ചിലവാക്കിയിട്ട് 6 രൂപ സൂക്ഷിക്കണം. അല്ലെങ്കിൽ 10 രൂപ 9 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ 1 രൂപയുടെ ധനവാനേ ആവുള്ളൂ. അത് 11 കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 1 രൂപയുടെ കടക്കാരനെ നിങ്ങൾ ജീവിതത്തിലാവുള്ളൂ. ഈ പ്രൊപ്പോർഷൻ ഞാൻ അന്ന് ഓർമ്മ വെച്ച നാളെ മുതൽ ഇതുവരെ കൊണ്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ സംതൃപ്തമാകാനാണ് പറഞ്ഞത്. ചില വിഭാഗക്കാരൻ്റെ ഈ ഒരു അടക്കം പറച്ചിൽ, ഇപ്പോൾ ആശാൻ പറഞ്ഞു ചില അടക്കം പറച്ചിൽ മട്ടന്നൂരിനെതിരെയുള്ളത്, അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ MA ബേബിക്കൊക്കെ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ പോയി കൊട്ടിയതിന് അതിനൊക്കെ ശേഷമാണോ അവൻ്റെ ആ ഒരു
ഈ അടക്കം പറച്ചിലൊക്കെ വന്നു തുടങ്ങിയത്? അപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നത്. ആ എം.എ. ബേബി സാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊല്ലത്തിൽ 2 സ്ഥലത്തും സന്തോഷപൂർവ്വം മേളം കൊട്ടുകയും എം.എ. ബേബി സാറിന് വോട്ട് രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് വിജയശ്രീ ലാളിതനാക്കണമെന്ന് സംസാരിച്ച ആളും കൂടിയാണ് ഞാൻ. ബേബി സാറുമായിട്ട് അന്നും ഇന്നും ഒരേ ബന്ധം തുടരുന്നുണ്ട്. അതല്ലാത്ത ബന്ധം കൊണ്ട് നടത്തുന്നവരൊക്കെ എന്നെ ഉപേക്ഷിച്ച് പോയവരുമുണ്ട്. അപ്പോൾ ഉപേക്ഷിച്ച് പോയവരുടെ കൂടെ ഞാൻ എങ്ങനെ പോവുക? എന്നെ അന്നും ഇന്നും ഒരേ സ്നേഹപൂർവ്വം, അത് ഒന്നും വാരിക്കോരി തന്നിട്ടല്ല, അത് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരാനുകൂല്യം എനിക്ക് തന്നിട്ടല്ല. അത് കൃത്യമായ കൊണ്ടു നടപ്പിൽ ഇന്ന കാര്യം ചെയ്യണം, മട്ടന്നൂരെ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവ്വം അത് ചെയ്ത ആളാണ് ഞാൻ. ഈ മരണം വരെ അത് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഓണനാളാണ്. ഓണനാൾ നമ്മൾ എല്ലാ വർഷവും ഓരോ സന്ദേശങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് ചെറിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൊട്ടിലേക്ക്, പ്രത്യേകിച്ച് ചെണ്ടവാദ്യത്തിലേക്ക് ഉൾപ്പെടെ കയറി വരുന്ന ഒരു കാലമാണ്. ഈ സമയത്ത് അവർക്ക് നൽകാൻ ആശാൻ്റെ കയ്യിലുള്ളൊരു സന്ദേശം അല്ലെങ്കിൽ ഒരു വാക്ക് പറയുന്നത്? എല്ലാവരും ചെണ്ട കൊട്ട് പഠിക്കാൻ പുറപ്പെടണം എന്നാണ് ആദ്യമായിട്ട് പറയാറുള്ളത്. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാലും പരമാവധി ഇനി ചെണ്ട കൊട്ടുന്ന ഞാനൊരു ചെണ്ട കൊട്ടുകാരനായതുകൊണ്ട് പറയുന്നത് വിചാരിച്ചാലും ഒരു കല അത് ഏത് കുട്ടികളും പഠിക്കണം എന്നുള്ള, അത് പാട്ടായാലും നാടകമായാലും സിനിമ ആയാലും ചെണ്ടയായാലും മദ്ദളമായാലും തീമായാലും എന്ത് വിഷയം ഒരു കല. അതെന്താ കാണിച്ചാൽ കലാ വിഷയം ഇത്തരം ശാസ്ത്രീയമായിട്ടുള്ള കല അഭ്യസിക്കുമ്പോൾ നമ്മളറിയാതെ ഈ ഗുരുനാഥനും ശിഷ്യനും തമ്മിൽ അറിയാതൊരു ഇഷ്ടവും ബഹുമാനവും വരാം. അത് നമ്മുടെ മറ്റു വിഷയങ്ങളിൽ വളരെ കുറവാണ്. ഇത് നമ്മളറിയാതെ നമ്മളെ ഉള്ളിൽ വന്ന് ചേരുന്നൊരു വിഷയമാണ്. ഗുരുനാഥൻ പറഞ്ഞാൽ എന്നെ പഠിപ്പിക്കാത്ത ഗുരുനാഥന്മാരെ, ചെണ്ടയിലെ അത്യുന്നതന്മാരെ കണ്ടാലും ഞാൻ അപ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ഈ ഒരു നമ്മളറിയാണ്ട് നമ്മളിൽ വരുന്ന ആ ഗുണം അത് ഇത്തരം കലകൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഏത് കുട്ടികളായാലും ഒരു കല അഭ്യസിക്കണം. ആ പഠനം നിങ്ങൾ ഏത് തരത്തിൽ പോയാലും ശരി, ഇപ്പോൾ IAS കാരനായാലും കളക്ടറായാലും ശരി, മറ്റെന്ത് ജോലിയും നിങ്ങൾക്ക് സ്വീകരിച്ചാലും ഈ കല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഒരു തണലായി മാറുന്നുള്ളത് എല്ലാവരും ധരിക്കണം. ഏത് കുട്ടികളാണും വലിയവരാണും രക്ഷിതാക്കൾ കുട്ടികളെ അതിലേക്ക് കൊണ്ടു നയിക്കണം. അതാണ് പറയാനുള്ളത്. വെള്ളിനേഴിയിലേക്ക് ആശാനെ കാണാൻ പുറപ്പെടുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു വാദ്യങ്ങൾ കൊണ്ടുള്ളൊരു സദ്യ കഴിക്കാമെന്നായിരുന്നു. പക്ഷേ ആശാൻ ചെറിയ രീതിയിലുള്ള വിശ്രമത്തിലാണ്. പക്ഷേ ആശാൻ്റെ ഈ വിശേഷങ്ങളും നിലപാടുകളും കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു സദ്യ കഴിച്ച് വയറ് നിറഞ്ഞ ഒരു പ്രതീതിയാണുള്ളത്. എന്തായാലും ആശാന് അതുപോലെ തന്നെ അമ്മയ്ക്കും വലിയ ഒരു ഓണാശംസകൾ എൻ്റെയും അതുപോലെ തന്നെ റിപ്പോർട്ടർ TV നേരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് PNewsക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.